ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലിറ്റലക്റ്റ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് മാറി വന്നിട്ടുണ്ട്, ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി പറയാനുള്ളത് ഡിസ്കോഴ്സുകൾ അതുപോലെ തന്നെ ഗ്രാമറിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെ പറ്റിയിട്ടാണ്. സോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്രയുമാണ് നമ്മുടെ ഡിസ്കോഴ്സുകൾ വരുന്നത്. ഈ ഒരു വർഷത്തെ പുതുതായിട്ട് റിവൈസ് ചെയ്ത് വന്നിട്ടുള്ള +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് ഡിസ്കോഴ്സായിട്ട് വരുന്നത്. ഇതിലെല്ലാം കുറേയെല്ലാം നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഡയറി, ക്യാരക്ടർ സ്കെച്ച്, പാരഗ്രാഫ് റൈറ്റിംഗ്, കോൺവെർസേഷൻ, നറേറ്റീവ് റൈറ്റിംഗ്, ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ആർട്ടിക്കിൾ റൈറ്റിംഗ്, ഇൻ്റർവ്യൂ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ചധികം എല്ലാം നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. പക്ഷേ ഇതിൽ കുറച്ച് നമ്മൾ നേരത്തെ അറിയാവുന്ന ലെറ്റർ റൈറ്റിംഗ്, പ്രൊഫൈൽ റൈറ്റിംഗ്, അതുപോലെ തന്നെ ലൈവ് TV റിപ്പോർട്ട്, ടെലിഫോൺ കോൺവെർസേഷൻ, ഇതെല്ലാം ഇതിനകത്ത് മിസ്സിംഗ് ആണ്. അപ്പോൾ കുറേ കാര്യങ്ങളെല്ലാം പുറത്തിട്ടിട്ടുണ്ട്. എന്നാൽ അതിനു പകരമായിട്ട് കുറേ പുതിയ കാര്യങ്ങളെ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇത് കാണുമ്പോഴത്തേനും നിങ്ങൾക്കറിയാം നിങ്ങൾ പരിചയമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. സോ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് വാട്ട് ആർ ദ ന്യൂ ഡിസ്കോഴ്സസ് ഇൻക്ലൂഡഡ് ഇൻ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. സോ ഇത്രയുമാണ് നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കോഴ്സുകൾ എന്ന് പറയുന്നത് അനാലിസിസ് റൈറ്റിംഗ്, പേഴ്സണലൈസ്ഡ് പ്ലാനേഷൻ, ഇൻഫോഗ്രാഫിക്സ്, ഇൻവിറ്റേഷൻ കാർഡ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, പോഡ്കാസ്റ്റ്, ക്യാപ്ഷൻ കട്ട് ലൈൻ, എഡിറ്റോറിയൽ റൈറ്റിംഗ്, ലൈവ് കമൻട്രി, അതുപോലെ തന്നെ ഫ്ലാഷ് ഫിക്ഷൻ വിച്ച് ഇസ് എൻറ്റയർലി എ ന്യൂ ടേം, ഫീച്ചർ സ്റ്റോറി, സോഫ്റ്റ് ന്യൂസ്, ഇതൊന്നും നമ്മൾ കേട്ടിട്ടില്ല അല്ലേ. അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് നമുക്കറിയുന്നതാണ്. ഹൗ ടു മേക്ക് എൻ അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളത് ഈ വർഷം നമുക്ക് പഠിക്കാനുണ്ട്. ടാബ്ലോയിഡ് മേക്കിംഗ്, റിഫ്ലക്റ്റീവ് റൈറ്റിംഗ്, എക്സ്പോസിറ്ററി റൈറ്റിംഗ്, സെമിനാർ പേപ്പർ, ബ്ലോഗ് പോസ്റ്റ്, കോളം റൈറ്റിംഗ്, ഇതെല്ലാമാണ് പുതുതായി ആഡ് ചെയ്തിട്ടുള്ള ഡിസ്കോഴ്സുകൾ എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും വലിയൊരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം വരെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്ക് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഒരു പ്രിൻറ്റ് കൾച്ചറിനെ ആയിരുന്നു. അതായത് ലെറ്റർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്രൊഫൈൽ റൈറ്റിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു പ്രിൻറ്റ് കൾച്ചറിനെ റിവൈസ് ചെയ്ത് വന്നിട്ടുള്ള ഈ ടെക്സ്റ്റ് ബുക്ക് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ വേൾഡിനെയാണ്, ഒരു ഡിജിറ്റൽ ലെവൽ ഓഫ് തിങ്കിങ്ങിനെയാണ്, ഡിജിറ്റൽ ലെവൽ ഓഫ് റെപ്രസെൻറ്റേഷനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് കാണാം പേഴ്സണലൈസ്ഡ് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്, പ്ലാനേഴ്സ്, ജേർണൽസ് ചെയ്യുന്നവരുണ്ട്, നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. സോ അതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പേഴ്സണലൈസ്ഡ് പ്ലാനറാണ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇൻഫോഗ്രാഫിക്സ്, ഇൻഫർമേഷൻ കൺവേഡ് യൂസിങ് ഗ്രാഫിക്സ് അല്ലേ, ചിത്രങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് നമ്മളറിയാം. നമുക്ക് കഴിഞ്ഞ വർഷം വരെ നമ്മൾ നോട്ടീസാണ് എഴുതാൻ പഠിച്ചിരുന്നത്. അത് ഈ വർഷം നമുക്ക് നോട്ടീസ് ഇല്ല. ഇൻസ്റ്റെഡ് വി ഹാവ് ആൻ ഇൻവിറ്റേഷൻ കാർഡ്. അങ്ങനെയുള്ള ഒത്തിരി പോഡ്കാസ്റ്റ്, ഇതെല്ലാം ഒരു ഡിജിറ്റൽ മീഡിയനെ കണക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒത്തിരി ഡിസ്കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു അക്കാഡമിക് ലെവലിലേക്ക് പോകുന്ന എക്സ്പോസിറ്ററി റൈറ്റിംഗ്, സെമിനാർ പേപ്പറൊക്കെ വരുന്നുണ്ട്. സോ ബേസിക്കലി പറയാനാണെങ്കിൽ ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്സിൻ്റെ ഒരു ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഓരോ കുട്ടിയെയും നെക്സ്റ്റ് ലെവലിലേക്ക്, ഒരു കരിയർ ഫോക്കസ് അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഫോക്കസിലേക്ക് ഒരു സ്റ്റുഡൻറ്റിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഈ ഒരു ഡിസ്കോഴ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സോ അത്രയേ ഉള്ളൂ. ഡിസ്കോഴ്സിൻ്റെ കാര്യം കാണുമ്പോൾ ചിലപ്പോൾ പുതിയതാണ്, ചിലതെല്ലാം നമുക്ക് ഒട്ടും തന്നെ പരിചയമില്ലാത്തതാണ് എന്ന് വെച്ചിട്ട് നമ്മൾ ഒത്തിരി വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇനി നെക്സ്റ്റ് ഞാൻ പോകുന്നത് ഗ്രാമറിലേക്കാണ്. ഗ്രാമറിൽ ഒത്തിരി മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള, നമ്മൾ യൂസ് ടു ആയിട്ടുള്ള ചില ടോപ്പിക്സുകളാണ് നമുക്ക് ഗ്രാമറിലുള്ളത്. ഇതെല്ലാമാണ് നമുക്ക് വരുന്ന ഗ്രാമർ ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ ടാഗ്, ഫ്രേസൽ വേർബ്സ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ഇതെല്ലാം നമുക്ക് പരിചയമാണ്. ആൻഡ് വാട്ട് ഇസ് ന്യൂ ഇൻ +1 ടെക്സ്റ്റ് ബുക്ക് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇൻഫ്ലെക്ഷൻ, ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ്, നോ സൂണർ ദാൻ ഹാഡ് ബെറ്റർ, അത്തരം യൂസേജുകൾ, ഗ്രാഫിക് അനാലിസിസ്, ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതിനകത്ത് ഫ്രേസൽ വേർബ്സ്, ഇഡിയംസ് ഒക്കെ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച് നിർത്തിയവരാണ്. യൂഷ്വലി കഴിഞ്ഞ വർഷം വരെയുള്ള ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഫ്രേസൽ വേർബ്സ് ഒന്നും വരുന്നില്ല. സോ 10th നിങ്ങൾക്കതൊരു പ്രശ്നമാവാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ വർഷം അത് പഠിച്ചതാണ്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഫ്രേസൽ വേർബ്സ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇഡിയംസ്, ഇൻഫ്ലെക്ഷൻ,
സോ ഗ്രാമറിൽ ഒരു അനാലിസിസ് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ വർഷം വരെ +1 ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു റൂൾ സെൻറ്റേർഡ് ആണ്. എന്നാൽ ഈ വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ഗ്രാമർ ലേണിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഒരു സ്റ്റുഡൻറ്റ് സെൻട്രിക്, ആക്ടിവിറ്റി സെൻട്രിക് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഒരു ഹോൾസം ആയിട്ടുള്ളൊരു ബുക്കാണ് ഇപ്രാവശ്യത്തെ +1 റിവൈസ് ചെയ്ത് വന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഒരു പോസിറ്റീവ് ചേഞ്ചാണ് +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റുന്നത്. സോ ഇതിനകത്ത് കേൾക്കുന്ന പുതിയ ടേംസ് ഒന്നും കേട്ട് ആരും എന്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതെല്ലാം സിമ്പിൾ ടോപ്പിക്സ് ആണ്. നമ്മൾ കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ച് അതിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ ഒതുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്സ് മാത്രമാണ് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന ഓരോ സെഷനിലും ഓരോ എപ്പിസോഡ്സിലായിട്ട് നമ്മളിതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. സോ അതുവരേക്കും stay tuned. Don't forget to subscribe and like and share with your friends. Okay, so till then, thank you. वीडियोस बनाने हैं, फिल्मोरा है ना.